തകർന്നളിയാ, എല്ലാം തകർന്നു. പിടയ്ക്കാതെ കാര്യം പറ. മോഹൻലാൽ ആരാധകരും സിനിമ ആരാധകരും ഒക്കെ വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ സിനിമ പുറത്തിറങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ് ഈ സിനിമ നേരിടേണ്ടി വരുന്നത്. എന്റെ ദൈവമേ, ഇവന്മാരിത് എന്ത് ഭാവിച്ച? കാരണം ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ സിനിമ പ്രതിപാദിക്കുന്ന വിഷയമായ രാഷ്ട്രീയം, അതാണോ ഈ ആൾക്കാരെ അല്ലെങ്കിൽ ഡീഗ്രേഡിങ്ങിനെ ആൾക്കാരെ ചൊടിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരമുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. പാല് കൊടുത്ത കൈക്ക് കടിക്കരുതാ മോനെ. ബിജെപിയുടെ ഔദ്യോഗികവും അനൌദ്യോഗികവുമായിട്ടുള്ള പല പേജുകളിലും ഗ്രൂപ്പുകളിലും സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആഹ്വാനം പോലും വരികയാണ്. എന്നെ തമ്പ്രാനെന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുറുമ്പന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യോ? എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. ചന്ദ്രൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? എന്റെ തീരുമാനങ്ങൾ പറയാം. ബോയ്ക്കോട്ട് എമ്പുരാൻ എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ നിലവിൽ സിനിമയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏറ്റവും വലിയൊരു വിവാദപരമായിട്ടുള്ള കാര്യം. എങ്കിൽ ആശ്വാസമായി. ഞാൻ എന്റെ PR വർക്ക് ഇപ്പൊ തന്നെ തുടങ്ങും. കാരണം സിനിമയിൽ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം BJP-യെ എതിർക്കുന്നതാണെന്നും അല്ലെങ്കിൽ BJP-യെ ഇത്തരത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ കയറി വന്ന് എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. താൻ തന്നെ പാടുവെക്കപ്പെടോ? എനിക്കിത് കിട്ടണം. നിന്റെ ഇച്ചിച്ച് വരെ കോരിയവനാണ് ഈ കൊച്ചച്ഛൻ. മോഹൻലാലിനെതിരെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെതിരെയൊക്കെ അതിനിശ്ചിതമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആദ്യം മുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. പൃഥ്വിരാജ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആളാണ്. ഭാര്യയും കുന്നനായി അഭിനയിക്കാൻ പോയ ആളാണ്. മോഹൻലാലിനെ അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹം പോയില്ല. തലവെട്ടിക്കളയോ? ഒന്ന് പോണം മിസ്റ്റർ. നീ അല്ലേലും മനസാക്ഷി ഇല്ലാത്തവനാണ്. ആണ്. ഇത്തരം വിഷയങ്ങളടക്കം എടുത്തുകൊണ്ടാണ് വലിയ തരത്തിലേക്കുള്ള ഒരു ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ ഒരു സിനിമയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രചരണം നടക്കുന്നത്. എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശത്തോടുകൂടിയാണ് വരുന്നത്. നിങ്ങൾക്ക് എന്നോടുള്ള സ്പർദ്ധയെല്ലാം തീരും നിങ്ങളുടെയൊക്കെ തലയിൽ വെളിച്ചം വീണാൽ. നോർത്ത് നിന്നൊക്കെ പ്രൊപ്പഗണ്ട മൂവി ഇവിടെ ഇറക്കി വിടുന്ന സമയത്ത് ഇതേ സംഘപരിവാർ ബെൽറ്റുകൾ പറഞ്ഞിരുന്നത് എന്താ? ഇതൊരു സിനിമയാണ്, സിനിമയായിട്ട് കാണണം, ക്രിയേറ്റീവ് സ്പേസ് ആണ്, സ്വാതന്ത്ര്യമില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കലുണ്ടല്ലോ. അത് പിന്നെ അന്ന് എനിക്ക് വിവരമില്ലല്ലോ. ഇപ്പൊ വിവരമുണ്ടോ? നോർത്ത് നിന്ന് വരുന്ന പ്രൊപ്പഗണ്ട സിനിമകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു വർത്താനം, ഇവിടുന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് അതിനകത്ത് ഇതേ പറയാം. നിർത്ത്, ഇനി കൃഷി നിർത്ത്. ആ സിനിമ ഞാൻ കണ്ടതാ രാവിലെ. അതിനകത്ത് 3 പാർട്ടികളെയും ഒരുപോലെ കുത്തിയിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? പറ്റാനോ? എനിക്കോ? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ഒരു അസഹിഷ്ണുതയുടെ ഫേസ് എന്തിനാണ് സംഘപരിവാറിന് വരുന്നത്? അവൻ വലിയ വെളിവേടും പറഞ്ഞതായിരിക്കും. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. അസൂയ പിടിച്ച തെണ്ടി. ഈ സിനിമയിൽ മോഹൻലാലിനെ കാണാൻ നല്ല രസമല്ലേ? എന്ത് രസം? എനിക്കെന്തോ അയാളുടെ അഭിനയൊന്നും തീരെ ഇഷ്ടമല്ല. പക്ഷേ കേരളത്തിന്റെ ഒരു പൊതു സാമൂഹിക സാഹചര്യത്തിൽ ഒരു മോഹൻലാൽ പ്രധാന നായകനായി വരുന്ന ഒരു സിനിമ, ആ സിനിമയെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രായോഗികമായി അത് എത്രത്തോളം നടക്കുമെന്നുള്ള ചോദ്യമുണ്ട്. കോളം എത്ര കണ്ടതാ, എത്ര കോളം കണ്ടതാ. നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ? അതുകൊണ്ട് തന്റെ പിന്നിൽ ഒരു ശക്തിയായി ഞാൻ ഉണ്ടാകും. താൻ ധൈര്യമായി നടത്തിക്കും. അപ്പൊ എങ്ങനെയാ? ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?